കൃഷ്ണന്റെ കരിമ്പനക്കാടൊക്കെ അതെ അതെ. ഇതൊക്കെ വലിയ മദ്രാസിലെയും ബോംബെയിലെ പോലൊക്കെ ആക്കിയല്ലേ. പോയി കഴിഞ്ഞാൽ വേണ്ട, നമുക്ക് ഒരു വട്ടം കാണാം മതി. ചക്കരപ്പുറം. ഈ മരങ്ങളൊക്കെ പുറത്തെ മരങ്ങളാണല്ലോ. ഇതൊന്നും പുറത്ത് വരുന്നതാ. ഇവിടെ ആസ്റ്റിന്റെ ബോട്ടിംഗ് ഉള്ളത്. ഗൾഫും ഇതുണ്ട്. ഹൗസ് റോഡ് കണ്ടോ? ഹൗസ് റോഡ് കിടക്കുന്നത്. ആസ്റ്റിന്റെ ഇനി മേടി എൻട്രൻസോട്ട് പോകണ്ട. അവിടെ ചെന്നാലേ ആ ജോലികളെല്ലാം നിൽക്കുന്ന സ്ഥലം. ഇവിടെ എൻട്രൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് തന്നെ പോകാം. ജീവൻ കെ ഹർ മോഡ് പേ. ഇവിടെ വിദേശികളൊക്കെ വന്നു കഴിയുമ്പോൾ അവരിവിടെ ഇതൊക്കെ സ്റ്റേ ആണല്ലോ. അവർക്ക് റൂം അപ്പം അവരെ ഇവിടെ കയറ്റി കേരളത്തിൽ ഹൗസ് ബോട്ടുകൾ നാടൻ നിറഞ്ഞോണ്ടേ ഒരു 19,000 രൂപ ആ പേരിലും. എന്നിട്ട് ഇവിടുന്ന് രോഗിനെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇവര് പറയുവേ ഇത് ക്രിട്ടിക്കൽ, അപ്പൊ ഡോക്ടർ കൂടുതൽ വേണമെന്നൊക്കെ പറയും. അങ്ങനെയുണ്ടല്ലോ ഇവിടെ ഡോക്ടർമാർ ഇഷ്ടംപോലെ ഡോക്ടർമാർ പഠിക്കുന്നവരും ചെറിയ ഡോക്ടർമാരൊക്കെ MBBS കഴിഞ്ഞ് വന്നവരൊക്കെ ഉണ്ടല്ലോ. ഇവര് എന്നിട്ട് അവരുടെ ചില ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് മലേഷ്യക്ക് സിംഗപ്പൂർക്കൊക്കെ ഉണ്ടല്ലോ. ഇവര് ഇവിടുന്ന് വിടും. മറ്റേ എന്നാ കൂടുതൽ വരുന്ന ആൾക്കാര് മാൽഡീവ്സിനൊക്കെ വരുന്നത്. അവിടെ വലിയ പൈസക്കാരാണ് വരുന്നത്. അപ്പൊ ഇവരെ കൂടുതൽ വിടും. അപ്പൊ ഞാൻ എയർപോർട്ടിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിക്കപ്പ് കിട്ടും ഈ രാജഗിരിക്ക് ഇങ്ങോട്ടൊക്കെ. അപ്പൊ ഡോക്ടർമാര് 4 ദിവസത്തേക്കൊക്കെ മാൽഡീവ്സിന് പോകാൻ നമ്മളോട് തിരിച്ചു വരും. അപ്പൊ 2 ലക്ഷം രൂപ എക്സ്ട്രാ. അതായത് രോഗിയുടെ കൂടത്തില് ഒരു ഡോക്ടറെയും കൂടെ ആശുപത്രിയിൽ നിന്ന് തന്നെ വിടുക. വേറെ കാര്യം ഉണ്ടായിട്ടൊന്നും അല്ല. ഇവര് പറയും സേഫ് ആക്കെന്ന് പറയാം. അപ്പൊ അവര് നോക്കാൻ വലിയൊരു ഫെസിലിറ്റി അല്ല ഒരു ഡോക്ടറിനെയും കൂടെ കൂടത്തിൽ രോഗിയുടെ കൂടത്തിൽ വിടുക എന്ന് പറഞ്ഞാലേ. ഇതാ സാറേ അപ്പൊ അവര് അതൊരു അങ്ങോട്ട് പോയപ്പോഴേ എടുക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു വട്ടം കറങ്ങണ്ടായിരുന്നു. കുഴപ്പമില്ല. കാരണം ലൈറ്റ് ഇവിടുന്ന് ആയിപ്പോയി. താങ്ക് യു. ഇത് നമ്മുടെ ഐറ്റിനറിയിലുള്ളതല്ല ഇതൊന്നും. പക്ഷേ താങ്ക് യു. നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ മുറ്റത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം മറ്റേ അപ്പ പുള്ളിയുടെ വീടിന് മുറ്റം നിൽക്കുന്നവർ തീ പിടിക്കാൻ നിൽക്കും. ഇതൊക്കെയാണ് അവിടെയൊക്കെ ഒരു തീപ്പെട്ടിക്കുള്ളി ഒരു വീഡിയോ വെച്ച് കിട്ടുകയാണല്ലോ. പറമ്പ് മൊത്തം നിന്ന് കത്തും. മൊത്തം ഉണങ്ങി നിൽക്കും. പെരിയാറോടെ കത്തിപ്പോ എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കാരണം ഞാൻ ഈ സ്ഥലം ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ പറ്റിയാലാന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും പണിക്കാർ നടത്തിയാൽ റെഡിയാവില്ല. പണിക്കാർക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് പണിയാൻ വരുന്നവരോട് പറയുന്ന കേസ് മാത്രം ചെയ്താൽ മതി. ഇത് നാളത്തെ ഓൾറെഡി റെഡിയിലുണ്ട്. ഇത് ഞാൻ പറയുന്നു പുള്ളിയുടെ കുറ്റമൊന്നും പറയുന്നില്ല. നമ്മുടെ ചെമ്പരത്തി അങ്ങനെ അല്ല വളർത്തുന്നത്. അയ്യോ കുറ്റി അടിച്ചു വെച്ചേക്ക്. കൊറേ മരങ്ങളൊക്കെ അവിടെ എല്ലാം പോയി പെരിക്കുന്ന മണ്ണുകൊണ്ട് തള്ളാൻ വേണ്ടിയുള്ള പരിപാടിയാണോ? ഇത് ബംഗാളികളെ കൊണ്ട് ജയിക്കുന്നതല്ല. അവർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ.